പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി അവൾക്ക് നേരെ ആദ്യമായിരുന്നു. പരസ്പരം മനസ്സിലാക്കാൻ കൂടുതൽ സ്പേസ് അവൻ നൽകിയിരുന്നു. എന്നിരുന്നാലും കാര്യത്തോട് അടുക്കുമ്പോൾ വിറയൽ ബാധിച്ച പോലെയാണ് അവളുടെ അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പോലും അവന് മുന്നിൽ പെട്ടുപോകുമ്പോഴൊക്കെ അവന്റെ കൈപ്പിടിയിൽ നിന്ന് ശരവേഗത്തിൽ ഓടിപ്പോകുമെങ്കിലും ഇത്തവണ അവൾ അവന് മുമ്പിൽ പെട്ടുപോയി. എല്ലാ അർത്ഥത്തിലും ഇച്ചായന് സ്വന്തമാവാൻ ആഗ്രഹിക്കുമ്പോഴും കാര്യങ്ങൾ കൂടുതലായി ആലോചിക്കുമ്പോൾ കടന്നു വരുന്ന ഈ വിറയിൽ എല്ലാ അവതാളത്തിലാക്കും. അവന് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച അവളുടെ കൈവിരലുകളുടെ വിറയിൽ അവന്റെ ശരീരത്തിൽ അറിയവേ. ഇപ്പോഴും പേടിയാണോ വീണു നിനക്കെന്നെ? വിവാഹം കഴിഞ്ഞ ആ ഭയം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ ഇത്തരത്തിൽ ഞാൻ നിന്നോട് കൂടുതൽ അടുക്കാണ്ടിരുന്നു. പുതിയ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് വരാനുള്ള സമയം ഞാൻ നിനക്ക് തന്നു. ഇപ്പോഴും ഞാൻ അടുത്തു വരുമ്പോഴുള്ള ഈ വിറയില് നിനക്ക് എന്നുള്ള താല്പര്യമില്ലായ്മയാണെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്റെ പ്രണയാണ് വീണു നീ. നിന്റെ അടുത്ത് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്റെ പ്രണയം കൈവിട്ടുപോയി ഞാൻ വല്ലതും പ്രവർത്തിച്ചിരിക്കും. അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്റെ ഭാഗത്ത് തെറ്റായി മാറുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നല്ലേ. ഇനി എന്റെ സാമീപ്യം നിനക്കൊരു ശല്യമായി തോന്നണ്ട. ഞാൻ മാറിക്കോളാം എന്ന് പറഞ്ഞ അവ പെട്ടെന്ന് തന്നെ അവിടുന്ന് അകന്ന് മാറി മുന്നോട്ട് നടന്ന് കർട്ടൻ വകഞ്ഞു മാറ്റി ഗ്ലാസ് ഡോർ വഴി ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങി. എന്നാൽ എബിയുടെ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വീണ. ഒരിക്കലും എബിയോട് അകൽച്ച തോന്നിയുകൊണ്ടല്ല, തന്നിൽ വരുന്ന വിറയൽ കാരണമാണ് അകന്നിൽക്കാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും അവനുള്ള താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ ആയിരുന്നില്ല. തന്റെ ഒഴിഞ്ഞു മാറ്റം എബി ചായനെ ഒത്തിരി വേദനിപ്പിക്കുന്നുവോ എന്ന് അവളുടെ ഉള്ളം മന്ത്രിച്ചു. അതൊരിക്കലും അവൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അത്രത്തോളം അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എബിയുടെ വാക്കിൽ താൻ കാരണം അവൻ വേദനിക്കുന്നുണ്ടെന്ന തോന്നലിൽ അവളുടെ മിഴികൾ നിറഞ്ഞു. പിന്നീട് മറുത്തൊന്നും ആലോചിക്കാതെ അവൾ വേഗത്തിൽ എബിക്കരികിലേക്കായി ഓടി. എന്നാൽ ഇങ്ങ് ഓപ്പൺ ടെറസിലായി എബി. പുല്ല് ഓവർ സെന്റി വേണ്ടായിരുന്നു. അവളെ കാണാനില്ലല്ലോ കർത്താവേ. നമുക്ക് ഈ കലിപ്പൊന്നും അറിയാത്തോണ്ടൊരു സെന്റി സീൻ ഇറക്കി നോക്കിയതാ. വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇവിടുന്ന് മാനത്തോട്ട് നോക്കി ഉറങ്ങേണ്ടി വരുമല്ലോ കർത്താവേ. എന്റെ ദാമ്പത്യ ജീവിതം മുളയിലേന്നുള്ളരുത്. സ്വയം പറഞ്ഞ് പതിയെ പുറകിലേക്ക് നോക്കിയെങ്കിലും വീണയെ കാണാതെ വന്നു. മിക്കവാറും പേടിച്ചോർച്ച ആ കോപ്പത്തിൽ കിടന്നിറങ്ങുന്നുണ്ടാവും. ഞാനാണെങ്കിൽ വലിയ രീതിയിൽ അഭിനയവും കാഴ്ചവെച്ചു. അവിടെ വിറയിൽ മാറ്റം ഇതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. തനിക്ക് അവളുടെ മനസ്സറിയാം. ഒരിക്കലും എന്നുള്ള ഇഷ്ടക്കുറവില്ല. അതിന് കാരണം 100% എനിക്ക് ഉറപ്പാ. ഇങ്ങനെ വറച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അതാ ഞാൻ സിറ്റുവേഷൻ ഒന്ന് മാറ്റി പിടിച്ച്. അതാണെങ്കിൽ ഇപ്പൊ എനിക്ക് പിടിച്ച് മാറിപ്പോയോ നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞ അവൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഒരു മിന്നായം പോലെ എന്തോ ഓടി വരുന്ന കണ്ട് സ്പോട്ടിൽ അവൻ പിന്തിരിഞ്ഞു നിന്നു. കർത്താവ് ഉസൈൻ ബോൾട്ട് ഓടി വരുന്നുണ്ട്. മിന്നിച്ചേക്കണേ. ഗൗരവത്തോടെ നിന്നേക്കാം. ആത്മയുടെ റെയിലിങ്ങിൽ കൈവച്ചുകൊണ്ട് പുറത്തോട്ട് നോക്കിയിരുന്നു. അകത്തുനിന്ന് ഓടി വന്ന വീണ അവനെ പുറകിലൂടെ ഇറുകെ കെട്ടിപ്പിടിച്ച് തന്റെ കവിൾ അവന്റെ നഗ്നമായ പുറത്തോട്ട് ചേർത്ത് വെച്ച്. സെന്റി അടിച്ചപ്പോ കാര്യങ്ങൾ വർക്കൗട്ട് ആയാലോ. താങ്ക് യു കർത്താവ്, താങ്ക് യു. ഓ, ഞാൻ 101 മെഴുകുതിരി പാനയപ്പള്ളിയിൽ കത്തിച്ചേക്കാമേ എന്ന് മേൽപോട്ട് നോക്കി മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് തന്റെ പുറത്തായി പടരുന്ന നനവിൽ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയായിരുന്നു എന്ന സത്യബി മനസ്സിലാക്കിയത്. കർത്താവേ, കൈവിട്ടു പോയോ? ആത്മയോടെ പെട്ടെന്ന് തന്നെ അവളുടെ കൈകൾ തന്നിൽ നിന്നും വേർപ്പെടുത്തി അവൾക്ക് നേരെ തിരിഞ്ഞതും മുഖവും താഴ്ത്തി കണ്ണു നിറച്ച് നിൽക്കുന്നവളെ കാണെ അവനുള്ളിൽ വാത്സല്യം നിറഞ്ഞു. എന്തിനാണ് ഈ കരയുന്നത്? ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ. കണ്ണൊക്കെ നിറച്ച് ഇങ്ങനെയൊക്കെ കരഞ്ഞാലോ? എനിക്ക് ഇഷ്ടം, ഒത്തിരി ഇഷ്ടം. ഈ ചാന അടുത്ത് വരുമ്പോൾ ഞാൻ വിറക്കുന്നോണ്ട്, അല്ലാണ്ട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞ അവൾ പെട്ടെന്ന് തന്നെ അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. അവളുടെ പുറത്തായി തട്ടിക്കൊടുത്തുകൊണ്ടാണ് അവളെ സമാധാനിപ്പിച്ചു ഏറെ നേരം. ഞാനൊന്ന് ഇമോഷണൽ ആയപ്പോ നീ അതിലും വലുതായി കരഞ്ഞു നിലവിളിച്ചല്ലോ പെണ്ണെ. അയ്യേ മോശം. അത് ഈ ചൈന വിഷമായി എന്ന് കരുതിയിട്ടാ. ഓഹോ, എനിക്ക് വിഷമായെന്ന് എനക്കും ആവല്ലേ. ഏതായാലും നീ എന്നെ ഒന്ന് വിഷമിപ്പിച്ചല്ലേ. അത് മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊരു ഉമ്മന്നെ കെട്ടിപ്പിടിച്ച് ചുണ്ടത്ത് എന്ന് പറഞ്ഞ് മുഴമിക്കും മുമ്പേ കെട്ടിപ്പിടിച്ച് എത്തിക്കുത്തിന്നവൾ അവന്റെ അത്തരത്തിലേക്ക് തന്റെ അത്തരം ചേർത്ത് വെച്ചു. ഈ പേടിച്ച് വിറച്ച് നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നീ കേബി സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നുകൊണ്ട് തന്നെ അവൻ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി. അവന്റെ വിടർന്ന മിഴികളാലെയുള്ള നിൽപ്പിൽ അവൾ മെല്ലെ കവിളിലായി കൈ ചേർത്ത് വെച്ച് എബിച്ചായ എന്ന് വിളിച്ചത് അവന്റെ മുഖത്തായി പുഞ്ചിരി വിടർന്നു. വീണു. അവിശ്വസനീയതയോടെ അവൾ വിളിച്ചതും ഐ ലവ് യു എബിച്ചായ എന്ന് പതിയെ പറഞ്ഞവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. സന്തോഷത്താൽ ഹൃദയം ഉയർന്നു മിടിക്കവേ അവൻ അവളെ തന്നിലേക്കായി കൂടുതൽ ചേർത്ത് ഇറുകെ പുണർന്നു. അവളെ തന്നിൽ നിന്ന് അകറ്റി ആ മുഖം കയ്യിലായി കോരിയെടുത്ത് ഐ ലവ് യു പെണ്ണേ എന്ന് പറഞ്ഞ അവളുടെ അതിർത്തിലായി അമർത്തി മുത്തി. നാണത്താൽ തന്നെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെക്കാൻ ഒരുങ്ങിയ അടുത്ത നിമിഷം എബി അവളെ തന്റെ ഇരുവകളിലായി കോരിയെടുത്തു. പെട്ടെന്നുള്ള നീക്കത്തിൽ എബിച്ചായ വീഴുവേ. അങ്ങനെയൊന്നും വീഴത്തില്ലടി. ജിമ്മിൽ പോയി ഉരുട്ടിക്കയറ്റിട്ടില്ലെങ്കിൽ നിന്നൊക്കെ എടുത്തു പൊക്കാനുള്ള ആരോഗ്യം എന്റെ ബോഡിക്കുണ്ട്. കാണാൻ ലുക്ക് ഉണ്ടെങ്കിലേ എനിക്ക് ഭയങ്കര സ്റ്റാമിനയാ എന്ന് സ്വയം പൊക്കിയടിച്ച് പറഞ്ഞ് അവൾ നോക്കി സൈറ്റ് അടിച്ചത് അവൾ പുഞ്ചിരിയോട് അവന്റെ നെഞ്ചോട് കവിൾ ചേർത്ത് വെച്ച് വീണയുമായി അകത്തേക്ക് റബി അവളെ ബെഡിലേക്കായി കിടത്തി. വീണു, ഞാൻ വിഷമിച്ചെന്ന് കരുതിയിട്ടാണ് ഈ സമ്മതെങ്കിൽ വേണ്ട വെച്ചേ.
നീയും പൂർണ്ണ മനസ്സോടെ ഒരുങ്ങിയ മാത്രമേ നിന്നിൽ എന്റെ പ്രണയം പടരൂ. അവളുടെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞവനോടായി അവന്റെ മിഴികളെ നേരിടാൻ കഴിയാതെ പതിഞ്ഞ സ്വരത്തിൽ, അറിയണേ പിച്ചായ ഈ പ്രണയം ശരിക്കും? അവന്റെ ചോദ്യത്തിൽ അവൾ പതിയെ മൂളി. ഓഹോ, അപ്പൊ ഞാനും ഉമ്മ കുട്ടിയെങ്ങാനും ഉണ്ടായ കളിയാക്കുവാണോ? ചുണ്ടുകളിക്ക് പറയുന്നവളെ നോക്കി, ഏയ് അമ്മച്ചി പറഞ്ഞ കണക്ക് എന്റെ കുട്ടികളി മാറാതെ ഒരു ദാമ്പത്യം വേണോ വീണു? എനിക്ക് ഏൽപ്പിച്ചതിന് മതി. ഈ സംസാര രീതികൾ മാറ്റിയാൽ എന്റെ ചാൻ ഇതാവില്ല. ഈ ചാൻ എങ്ങനെയാണോ അങ്ങനെയാ ഞാൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് അത് മതി എന്ന് കേട്ടതോടെ അവളുടെ നെറ്റിത്തടത്തിലായ അവൻ മനസ്സറിഞ്ഞ സന്തോഷത്തോടെ അമരെ മുത്തി. അവന്റെ അതിരം സ്പർശിച്ചതും അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിലായി ചേർത്ത് വെച്ചു. നെറ്റിത്തടത്തിൽ നിന്നും നാസിക വഴി കവിളിലേക്കായി അവന്റെ അധരം ചലിച്ചു തുടങ്ങി. മുഖമാകെ ഇടതടവില്ലാതെ അവൻ അധരം ചലിപ്പിച്ചു. ഒട്ടൊരു നേരം കാത്തു നിൽക്കാതെ അവന്റെ അധരം അവളുടെ അതിരത്തിലേക്കായി അവൻ ചേർത്ത് വെച്ചു. പതിയെ തുടങ്ങിയ ചെറുചുംബനം നിമിഷ നേരം കൊണ്ട് വേഗതയേറിയിരുന്നു. അവളുടെ ഇടുപ്പിലായി പിടിച്ചവൻ അവളുടെ ചുണ്ടിലേക്കായി ആഴ്ന്നിറങ്ങി. ശ്വാസം വിലങ്ങുന്നവരേക്കും അവൻ അവളുടെ അതിരത്തെ മോചിപ്പിച്ചില്ല. കടിച്ചു നുണഞ്ഞ അവൻ ആദ്യമായി അറിഞ്ഞ ദീർഘചുംബനത്തിൽ ലയിച്ചുപോയി. മനസ്സില്ലാ മനസ്സോടെ വേർപ്പെട്ടവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലായി പതിഞ്ഞതും ഉള്ളാകെ വിറയിൽ കടന്നുപോയ വീണയുടെ തൊണ്ടക്കുഴിയിൽ നിന്നൊരേങ്ങൾ പുറത്തു വന്നു. അവന്റെ ചുണ്ടുകൾ കഴുത്തിലൂടെ തെന്നി നീങ്ങി ഉമിനീർ പടർത്തവേ അവന്റെ കയ്യാൽ അവളുടെ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചു മാറ്റിയിരുന്നു. കഴുത്തിലായി പല്ലുകൾ ആഴ്ത്തി കടിച്ചു നുണഞ്ഞ നിമിഷം തന്നെ അവന്റെ കൈവിരലുകൾ അവളുടെ മാറിലായി അമർന്നു. അടഞ്ഞ ശബ്ദത്തിൽ അവൾ ഏങ്ങിപ്പോയി. കഴുത്തിൽ നിന്ന് മാറിലേക്കായി അവന്റെ മുഖം ചേർന്നതേ പൊള്ളിപ്പിടഞ്ഞ കണക്ക് അവളുടെ വിരലുകൾ ബെഡിലായി അമർന്ന് ഇടുപ്പൊന്നാകെ വളച്ചുയർന്നു. ഇടുപ്പിനായി പിടിച്ച് തിരിച്ച് ബെഡിലേക്കായി ചേർത്തുകൊണ്ട് അവന്റെ അത്തരം അവളുടെ പൊക്കിൽ ചുഴിയിലായി പതിഞ്ഞു. അവിടെയായി അറിഞ്ഞ അവന്റെ നാവിന്റെ സ്പർശനത്താൽ അവളുടെ ഉള്ളാകെ വിറയിൽ കടന്നുപോയി. ഇടതടവില്ലാതെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവൾ കുറുകവേ അതവനിൽ കൂടുതൽ ആവേശം നിറച്ചു. കിതപ്പോടെ അവളിൽ നിന്നും തെള്ളിയുയർന്ന് നോക്കവേ തന്റെ ചുമനത്താൽ ചുമന്ന് തുർത്തിടക്കുന്ന തന്റെ പ്രണയത്തെ കാണെ അവന്റെ സിരകൾ ചൂടുപിടിച്ചു. വീണു, നിന്നെ ഞാനിങ്ങ് എടുക്കുക പെണ്ണേ എന്ന് പറഞ്ഞ അവന്റെ കൈവിരലുകൾ അവളിൽ നിന്നും വസ്ത്രങ്ങളെ വേർപ്പെടുത്തിയിരുന്നു. അവന്റെ മിഴികളെ നേരിടാൻ കഴിയാതെ അവൾ തന്റെ ഇരുമിഴികളും ഇറുക്കി അടച്ചു. ശ്വാസനിശ്വാസങ്ങൾക്കും പുലമ്പലുകൾക്കും ഒടുവിൽ അവന്റെ ചുംബനം മുന്നേറിയ ഏതോ നിമിഷത്തിൽ അവൻ തന്റെ പാതിയിലേക്ക് അലിഞ്ഞു ചേർന്നു. കിതപ്പോടെ അവൻ അവളെ തന്നിലേക്കായി പൊതിഞ്ഞു പിടിച്ച് മൃദുവായി അവളുടെ പുറത്തായി കൈയിനാൽ തട്ടിക്കൊണ്ടിരുന്നു. തന്റെ പ്രണയം ഏറ്റുവാങ്ങിയവൾ ക്ഷീണിതയാണെന്ന് മനസ്സിലാക്കിയവന്റെ അത്തരത്താൽ നിറഞ്ഞ പ്രണയത്തോടെ അവളുടെ നെറ്റിത്തടത്തിലായി ചുംബിച്ച് വീണ്ടും അവളെ തന്നിലേക്കായി ചേർത്ത് പിടിച്ചു. ഐ ലവ് യു വീണു എന്ന് പതിയെ പറഞ്ഞവന്റെ വാക്കുകൾ അവളുടെ കാതിലായി പതിയവേ ഒന്നുകൂടെ അവനിലേക്കായി പറ്റിച്ചേർന്ന് അതരം അവന്റെ നെഞ്ചിലായി ചേർത്ത് വെച്ച് മിഴികൾ അടച്ചവളുടെ ചൊടിയിലായി നാണത്തിൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞു. ശിവ നിക്ക്, ഐ ആം ടെല്ലിങ് യു ശിവ. എന്നാൽ ശിവയുണ്ടോ വല്ലതും മൈൻഡ് ചെയ്യുന്നു. അവൾ കഥകുറന്ന് അകത്തേക്ക് കയറി. അവൾക്ക് പുറകെ അകത്തേക്ക് കയറി ഡേവി ബെഡിലായി കിടക്കാനൊരുങ്ങിയുടെ കയ്യിലായി പിടിച്ചു വെച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ശിവ, എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ നെവർമൈൻഡിന്റെ മുമ്പിൽ വേണ്ടെന്ന്. എന്നാൽ ഞാൻ പോയി അപ്പുറത്തെ സാഹിബിന് മുമ്പിൽ കാണിക്കാം. അല്ലേ, നെവർമൈൻഡ് കാണാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ പോയി ഇരിക്കണം മിസ്റ്റർ. ശിവ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് മിസ്റ്റർ, സോ ഞാൻ കിടക്കുക. ആസുരൻ ഡേവിഡ് ഇവിടെ നിന്ന് കൽപ്പിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും ബെഡിലേക്കായി കിടക്കാൻ പോയവളെ കയ്യിൽ പിടിച്ചൊലിച്ച് അവന്റെ മുന്നിലേക്ക് നിർത്തിച്ചു. നിനക്ക് എന്നാ ശിവ, സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നല്ല നിമിഷങ്ങളെയാ നീ സ്പോയിൽ ഇന്ന്. ആ നല്ല നിമിഷം എനിക്ക് അറ്റാക്ക് വരുത്തുന്നുവെങ്കിൽ ഞാൻ അതിൽ നിന്ന് പുറത്തിറക്കാനേ ശ്രമിക്കും മിസ്റ്റർ കെട്ടിയോൻ. അക്കുവിന്റെ പ്ലാൻ അങ്ങേര് മനസ്സിലാക്കി ഞാൻ കണ്ടതാ. അല്ലെങ്കിൽ ഇങ്ങോട്ട് അടുത്തൊന്നും അത് വിലപ്പോവില്ല. ആസുരനാ, ആസുരൻ ആത്മയാണ്. അവളുടെ ആലോചന കാണി വിറഞ്ഞു കയറി ഡെവി. ടെൽ മീ സംതിങ് ഡാമിങ്. അത് വേണ്ട, അത് വേണ്ട. ഒന്ന് പറഞ്ഞ രണ്ടിന് കലിപ്പാൻ മാത്രം അറിയാം. നിങ്ങളെന്താ മനുഷ്യ സഞ്ചരിക്കുന്ന കലിപ്പോടിയോ? നിങ്ങളോട് സംസാരിക്കാൻ സൗകര്യമില്ല. അതെന്നാടി നിനക്ക് എന്നോട് സംസാരിച്ച ഉണ്ടംപൊരി. വാട്ട്? ഒന്നുമില്ലേ, അടിയിലൊന്ന് കിടന്നോട്ടെ. പിന്നെ ഞാൻ എന്നാത്തിനെ ഇവിടെ? ലോ, ഈ അതിവിശാലായ ബെഡിൽ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കിടക്കാൻ ഇനി എൻ്റെ അനുവാദം വേണോ? പുച്ഛിച്ച് മുഖം തിരിച്ച് അവൾ ഉടുത്തിരുന്ന സ്വെറ്റർ അഴിച്ച് ഹാങ് ചെയ്ത കൈ ഉയർത്തി നിവർന്ന് കോട്ടുവായിട്ടു. പെട്ടെന്ന് ബെഡിൽ കയറി കിടന്നു. ബെഡിൽ കണ്ണടച്ചെടുക്കുന്നവളെ കണ്ട് പല്ല് കടിച്ച്. ഓ, കിടക്കുന്ന കിടപ്പുണ്ടോ? ഇതിനെ കൊണ്ടാണല്ലോ ഞാൻ ഹണിമൂൺ എന്നും പറഞ്ഞും വന്നേക്കുന്നത്. കോപ്പത്തി, നീ അങ്ങനെ ഉറങ്ങുന്ന എനിക്കൊന്ന് കാണലോടി റൗഡി എന്ന് മനസ്സിൽ പറഞ്ഞ അവൻ ബെഡിലായി കിടന്ന ശിവയെ തന്റെ ഇരുകൈയാൽ കോരിയെടുത്തതും ഉള്ളാകെ ആളിപ്പോയ ശിവ താൻ ഡെവിയുടെ കൈകളാണെന്ന സത്യം മനസ്സിലാക്കി. ഡോ, എന്താ ചെയ്യുന്നേ? താഴെക്ക്. അവളുടെ ഉയർന്ന ശബ്ദം പോലും താൻ കേൾക്കുന്നില്ലെന്ന ഭാവത്തിൽ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നതേ അവളുടെ പല്ലവന്റെ കൈത്തണ്ടയിൽ ആഴ്ന്നു. എന്ന് പറഞ്ഞ് വേദനയിൽ അവളെ താഴെ നിർത്തിയ പാട് അവൻ കലിപ്പിൽ നോക്കി. കടിക്കുന്നോടി ഡാമിൻ. ഡാമിൻ കടിച്ചോന്ന് അറിയില്ല, ഞാൻ കടിക്കും, സഹിച്ചേക്ക്. താഴെ വെക്കാൻ വേണ്ടി ഇറക്കായിട്ടല്ലേ? അതെന്നാ ഞാൻ നിർത്താൻ നീ അങ്ങ് ആവിയായി പോവോ? ആവിയും പുകയുന്ന ആവിലേലും ആണി ഏറ്റവും സ്ഥലം തന്നെ നിങ്ങളുടെ തൂമ്പായിട്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിൽക്കുന്നെങ്കിൽ ഡിസ്റ്റൻസ് ഇട്ട് നിന്നാ മതി. നിന്നോട് ഡിസ്റ്റൻസ് ഇട്ടിരിക്കാൻ നമ്മൾ വന്ന് ഭജനക്കൊന്നല്ല, ഹണിമൂണാ. കൊച്ചത് മറന്നുപോയെന്ന് തോന്നുന്നു. അത് ഓർമ്മയുണ്ടായത് കൊണ്ടാണോ ഇരിക്കട്ടെ, ഞാൻ നിങ്ങൾ ബിൽഡപ്പിൽ നിൽക്കുന്നേ.
ആത്മീയടിക്കവേ. വല്ലാണ്ട് ആലോചിക്കേണ്ട വെച്ചേ, മറന്നേച്ചാലും ഈ ചായ ഓർമ്മിപ്പിക്കലായോ എന്ന് പറഞ്ഞ അവൾക്കടുത്തേക്കായി ചൂട് വെച്ചതും ഉള്ളിൽ വെള്ളിയുടെ വെട്ടിയ ശിവ ഉള്ളാലേ കൃഷ്ണ എന്ന് വിളിച്ചു പോയിരുന്നു. ദേ അതിന് ഇയാളൊന്നും എനിക്ക് മനസ്സിലാക്കി തരേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചേ? പിന്നെ എന്നാത്തിനാ കൊച്ചേ ഇച്ഛാനിയുടെ എൻ്റെ അടുത്തോട്ട് വരരുത്. ഐ ആം സോറി ശിവ, ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. സ്പോട്ടിൽ ടേബിൾ വെച്ച പ്ലാസ്റ്റിക് ഫ്ലവർ വേസ് എടുത്ത് കയ്യിൽ പിടിച്ച് ഐ ആം സോറി ഡേവിഡ്, ഞാൻ എറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് വേസ് ഉയർത്തി കാണിച്ചു. ഓഹോ എറിയോ? എന്നാലൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും മുന്നോട്ട് ചൂട് വെച്ചത് ശിവ പ്ലാസ്റ്റിക് വേസ് അവന് നേരെ എറിഞ്ഞിരുന്നു. ഞൊടിയിടയിൽ സൈഡ് തിരിഞ്ഞുകൊണ്ട് അത് ചുമലിടിച്ച് വീണു. അറിയോ മാഡ് ശിവ? കലിപ്പിൽ വീണ്ടും മുന്നോട്ട് ചൂട് വെച്ചു. ഇത് ഞാൻ പറഞ്ഞു അടുത്തോട്ട് വരരുത്. വന്നാൽ എന്നെ അടി എന്ന് ചോദിച്ചാൽ അവൾ വീണ്ടും ചുറ്റുപാടും തിരയാൻ തുടങ്ങിയതും ശിവ ദേ അടങ്ങിയെന്നോ? ഇല്ലേ ഇല്ലല്ലേ, എന്ത് ചെയ്യാ സുര? ഡേയ് നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്നതാണ് നീ വിളിച്ചേ? പിന്നെ കടിച്ചേറുന്ന സ്വഭാവം നിങ്ങൾ ഞാൻ ലോല ഹൃദയം എന്ന് വിളിക്കാം. അടുത്തോട്ട് വന്നാൽ ഞാൻ ഇനി അറിയും എന്ന് പറഞ്ഞ് വീണ്ടും തെരഞ്ഞ് പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ വന്നതേ മുടിയിൽ കെട്ടിവെച്ച ക്രാബ് അഴിച്ചെടുത്തതും മുടിയൊന്നാകെ ഊർന്നു വീണു. കയ്യിലെ ക്രാബ് ഉയർത്തി എറിയാൻ തക്കവണ്ണം അവൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ദേവി ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റുകയില്ലല്ലോ കർത്താവേ. ശിവ നീ വരുന്നുണ്ടോ? എങ്ങട്? എൻ്റെ അടുത്തോട്ട്. ഇല്ല. ഓക്കെ ഫൈൻ, അവിടെ തന്നെ ഇല്ലേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ബെസ്റ്റ്. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. പോയി അടിച്ചരച്ച് കുളിക്കണം മിസ്റ്റർ. കളിയോടെ പറഞ്ഞ പിന്നീടുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ കണ്ണു തള്ളി നിന്നുപോയി. അത് അങ്ങേരിട്ടിരുന്ന ഷർട്ട് ഊരി ബെഡിലേക്ക് ഇടുന്നു. അതിനിപ്പോ എന്താ എന്നാണ് അവൾ പുച്ഛിച്ചു നോക്കിയതും അവന്റെ കൈവിരകൾ പാനിന്റെ ബട്ടണിലായി ചേർന്നു. അവൾ ഞെട്ടിയൊന്ന് പതറി. നിങ്ങളെന്താ ചെയ്യുന്നേ? ഞാൻ വാഷ്റൂമിൽ പോവാ. എന്ത്? അയ്യ അതിന് ഇവിടുന്നാണ് ഓരോ ചെയ്യുന്നേ? ഞാനൊക്കെ സാധാരണ കുളിക്കുമ്പോൾ ഡ്രസ്സ് ഇടാറില്ല. ദേ ഈ പാൻറ് കോസ്റ്റ്ലിയാ, വെള്ളം നനയാൻ പാടില്ല. ഞാൻ ഇവിടെ നിന്ന് തന്നെ അഴിക്കും. വൃത്തിയിട്ടവൻ. ദേ പുല്ലേ, എന്നെ വൃത്തിയുടെ നിനക്ക് അറിയില്ല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച് ഓരോ ചെയ്യിക്കരുത്. നാണില്ലേ നിങ്ങൾക്ക്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിന്നാണോ? ഐ ഡോണ്ട് കെയർ ബിക്കോസ് യു ആർ മൈ വൈഫ്. നീ കണ്ടിട്ട് പൊളിയാളെ നാണാണെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. പല്ല് അടിച്ച് പൊട്ടിക്കാതെ റൗഡി. എന്ത് റൗഡിന്നോ? സ്വന്തം കെട്ടിയവനെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ നിൽക്കുന്നത് നീ റൗഡി തന്നെയാ എന്ന് പറഞ്ഞ് പാൻറിന്റെ സിബ് അഴിച്ചു. എന്നാലൊരു കണ്ണ് ഇറുക്കി അടച്ചു. ശബ്ദമൊന്നും കേൾക്കാതെ വന്നു. മിഴികൾ പതിയെ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ ബോക്സർ മാത്രം ഇട്ട് നിൽക്കുവാണ് തെണ്ടി. കയ്യിലെ മസിലിൽ നോക്കി നടന്നവനെ കാണാൻ ഞെട്ടിയ ശിവ. ഈ തെങ്ങടെ ഇടിച്ചു കയറി വരുന്നേ മിസ്റ്റർ പോഞ്ഞിക്കര, അവിടെ നിന്നാ മതി. പതർച്ചയോടെ പറയുന്നവളെ കാണേ. ഡേയ് നിനക്ക് ഈ ഡോസൊന്നും പോരാ അഹങ്കാരി എന്ന് വിളിച്ച് ബോക്സിൽ പിടിച്ചു. അലറിക്കോയി ശിവ കണ്ണിറുക്കി അടച്ചു. അവൻ നിമിഷ നേരം കൊണ്ട് അവളെ എടുത്തു കരുതി തോളിലേക്ക് ഇട്ടിരുന്നു. ഒന്ന് സ്റ്റെക്കായി പോയ ശിവക്ക് ബോധം വരാൻ കുറച്ച് സമയം എടുത്തപ്പോഴാണ് അസുരൻ തന്നെയും കൊണ്ട് മുന്നോട്ട് നടക്കുവാണെന്ന് മനസ്സിലായത്. താഴെ ഇറക്കണോ? കാമാലിക ഇറക്കുന്നുണ്ടോ? ആട്ടങ്ങി നില്ലടി കൊച്ചേ, എന്നെ വിടറ മോരം കുത്തി മോറ. ഡേ മിണ്ടാതിരിടി എന്ന് പറഞ്ഞ അവളുടെ ബാക്കിനിട്ടൊന്ന് പൊട്ടിച്ച് അവൾ കണ്ണുമിഴിച്ച് നിന്നുപോയി. അവൻ നടന്ന് ഗ്ലാസ് ഡോർ തുറന്ന് ഓപ്പൺ ഏരിയയിലേക്ക് ഇറങ്ങി. മഞ്ഞിന്റെ കുഞ്ഞു കുഞ്ഞു തണുപ്പ് അവിടെ ആകെ വ്യാപിച്ചു. അവളൊന്നുകൂടെ കയ്യിലൊതുക്കി പിടിച്ചതേ. എന്താ ഹീറ്റായി നിൽക്കുന്ന എന്റെ കൊച്ചൊന്ന് കൂളായേക്ക് എന്ന് പറഞ്ഞവൻ അവൾ അവിടെയുള്ള പൂളിലേക്കായിട്ടതും മുങ്ങി നിവർന്നു വന്ന ശിവ മുഖത്ത് പടന്ന വെള്ളത്തുള്ളികളെ മുഖത്ത് നിന്ന് വടിച്ചെടുത്ത് കരക്ക് നിൽക്കുന്നവനെ ചെറഞ്ഞു നോക്കി. എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കുമ്പോളെ ശ്രാവണി ഡേവിഡേ എന്നുള്ള ഭാഗത്തിൽ നിൽക്കുന്നവൻ ഉള്ളിൽ വന്ന കലിപ്പടക്കിക്കൊണ്ട് ഇതിനുള്ള പരിപ്പോടെയും ചായ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും അസുര. ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാതെ ഉറങ്ങാൻ പോയി എന്നെയാ ഈ തണുപ്പത്ത് വെള്ളത്തിലിട്ടേക്കുന്നേ എന്ന് മനസ്സിൽ പറഞ്ഞവൾ പെട്ടെന്ന് തന്നെ പൂളിലേക്ക് മുങ്ങാൻ കുഴിയിട്ടു. അവളുടെ പ്രവൃത്തിക്ക് ഒരു ഡോസ് കൊടുത്ത സന്തോഷത്തിൽ നിൽക്കുന്ന ഡെവിയിൽ പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ സംശയത്താൽ പുരികം ചൊളിച്ചു. എന്നാൽ വെള്ളത്തിലേക്കായി മുങ്ങിയ ശിവ വെള്ളത്തിനിടയിൽ വെച്ച് തന്നെ ഇട്ടിരുന്ന ഷർട്ടിന്റെ മുകളിൽ 2 ബട്ടൺ അഴിച്ചു മാറ്റി. പെട്ടെന്ന് തന്നെ മുകളിലേക്കായി പൊങ്ങി വന്നു. മുൻപിലോട്ട് വീണ് കിടന്ന അവളുടെ മുടികളെ ഒരു കൈയാൽ ഒന്നിച്ചു പിടിച്ച് വെള്ളത്തിൽ നിന്ന് ഉയർന്ന നിമിഷത്തിൽ പുറകിലേക്ക് വെള്ളത്തിനോടൊപ്പം ഉയർന്ന് താഴ്ന്നു. അവിടെ ഹാങ് ചെയ്ത ബൾബിൽ നിന്നുള്ള ഡിം ലൈറ്റിന്റെ വെളിച്ചം അവളുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിലായി തട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു വേള അവന്റെ മിഴികൾ തുറന്നിട്ട ബട്ടണിനിടയിലൂടെ കാണുന്ന അവിടെ മാറിടിക്കലായി പതിഞ്ഞു. അവിടെ പാതി തെളിഞ്ഞ മയിൽപ്പീലി ടാറ്റുവിലായി പറ്റിപ്പിടിച്ചെടുക്കുന്ന വെള്ളത്തുള്ളികളുടെ തിളക്കം അവനുള്ളിലൂടെ വിറയിൽ കടത്തിവിടാൻ ശേഷിയുണ്ടായിരുന്നു. ശിവ അവന് വശ്യമായ നോട്ടത്തോടെ ആ മിഴികളിൽ നിന്നും തെല്ലുപോലെ അവിടെ മിഴികൾ ചലിപ്പിക്കാതെ തന്റെ വിരലിനാൽ ഷർട്ടിന്റെ താഴെയുള്ള 2 ബട്ടണുകൾ അഴിച്ചു. അവളുടെ മിഴികളിലെ ഭാവം കൈവിരകളുടെ പ്രവൃത്തിയുടെ വീട് ഹൃദയതാളം കൂട്ടി. ഷർട്ടിന്റെ താഴെയുള്ള 2 ബട്ടണുകൾ അഴിച്ചു മാറ്റി അവൾ ഷർട്ട് ഇരുവശത്തു നിന്നും തെല്ലെന്നുയർത്തി മാറിന് താഴെയായും അണിവയറിന് മുകളിലുമായുള്ള രീതിയിൽ ഷർട്ടിനാൽ പരസ്പരം കൂട്ടിക്കെട്ടി. ആ പ്രവൃത്തിയിൽ അവൻ അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അരയോടൊപ്പം മുട്ടി നിൽക്കുന്ന പൂളിലെ ജലാശയത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന വെളിച്ചം അവളുടെ അണിവയറിലായി പതിച്ചു. അതവിടെ അണിവയറിനെയും നാഭിച്ചുഴിയും കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുന്നുണ്ടെന്ന് അവന് തോന്നി.
ഒരു വേള അവന്റെ മിഴികൾ അവിടെയാകെ അലഞ്ഞു നടന്നു. അവിടെയായി പറ്റി പിടിച്ചെടുക്കുന്ന വെള്ളത്തുള്ളികൾ ഒന്നാകെ നുകർന്നെടുക്കാൻ അവനുള്ള മുറവിളി കൂട്ടി. ആ തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലും താൻ നന്നായി വിയർക്കുന്നുണ്ടെന്ന് തോന്നിപ്പോയി അവന്. അവളിൽ നിന്ന് കണ്ണുകളെ പറിച്ചെടുക്കാൻ കഴിയാതെ അലയാൻ വിട്ട നിമിഷം തന്നെ അവൾ വീണ്ടും വെള്ളത്തിലേക്കായി മുങ്ങി. തന്റെ കാഴ്ചക്ക് അവസരപ്പെടുത്തിയ അവളുടെ ആ പ്രവൃത്തി അവന്റെ മനസ്സിൽ ചെറുനീരസമുണ്ടാക്കിയ അടുത്ത നിമിഷം തന്നെ അവൾ വെള്ളത്തിൽ നിന്ന് ഉയർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.